സോഷ്യോ ടോക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 2ാം പാഠഭാഗമാണ്. പാഠഭാഗത്തിന്റെ പേര് ഇങ്ങനെയാണ്: ലോകം 20ാം നൂറ്റാണ്ട്. ഇടയ്ക്ക് ഇവിടെ ഷോ ചെയ്യുന്ന സ്ലൈഡുകൾ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പല കൂട്ടുകാരും വലിയ ആശങ്ക പങ്കുവെക്കുന്ന ഒരു ചാപ്റ്ററാണ്. എന്താണ് അതിന് കാരണം? ഇതിനുള്ളിലുള്ള കണ്ടന്റ് വലുതാണ് എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്താൽ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ്. എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെന്ന് നമുക്ക് പരിശോധിക്കാം. 1ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്, 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്, നാസിസത്തെ കുറിച്ചും ഫാഷിസത്തെ കുറിച്ചും പറയുന്നുണ്ട്, സമരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരത്തില് നല്ല നല്ല നമ്മൾ ചരിത്രത്തിന്റെ ഇന്നലകളെ പരിശോധിക്കേണ്ട ഒരു വസ്തുതയുള്ള നല്ല കാര്യഗൗരവമുള്ള ചാപ്റ്ററാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ പാഠഭാഗം നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നിങ്ങളെ പേജ് കാണുന്നത് എന്താണ്? ആഫ്രിക്കയുടെ ഭൂപടമാണ് അല്ലെ? ആഫ്രിക്കയുടെ ഭൂപടത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഈ ഒരു ഭൂപടത്തിൽ നിന്ന് നമുക്ക് ഈ പാഠത്തിന്റെ ഒരു ആകെ തുക മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിൽ ആ ഭൂപടത്തിൽ കാണുന്നത്? ആഫ്രിക്കയുടെ വീതവെപ്പാണ് നമുക്ക് കാണുന്നത് അല്ലെ? 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആഫ്രിക്കയുടെ അതിർത്തികളിൽ വന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങൾ അവര് വളരെ സൗഹാർദ്ദപരമായിട്ട് വീതം വെച്ചെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആഫ്രിക്കയുടെ സമ്പത്തുകൾ, ആഫ്രിക്കയുടെ ഭൂപ്രകൃതി ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. ഇത്തരത്തില് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഒക്കെ ലോകത്തിന്റെ പല കോണുകളിലും യൂറോപ്യൻ ശക്തികൾ അവിടെ ആധിപത്യവും മേധാവിത്വം സ്ഥാപിച്ചുകൊണ്ട് അവിടങ്ങളെ ചൂഷണ മനോഭാവത്തോടു കൂടി പെരുമാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാഠഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഈ പാഠഭാഗത്തിന് മുഴുവനായിട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഭൂപടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് മറ്റൊരു ഹെഡിങ് ആണ്. എന്താണത്? മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്ക് അല്ലെ? ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. എന്തൊക്കെയാണത്? മുതലാളിത്തത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോളനി വൽക്കരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ആൻഡ് സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു 3 പോയിന്റുകളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്താണ് മുതലാളിത്തം എന്നതിനെ കുറിച്ച് പഠിക്കാം. മുതലാളിത്തത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. നോക്കൂ, എന്താണ് മുതലാളിത്തം? ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന് നമ്മൾ വളരെ ചുരുക്കി പറയുന്നത്. എന്താണ് മുതലാളിത്തം? ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് അല്ലെ? നമ്മുടെ സ്കൂളുകൾ നമുക്ക് പരിചയപ്പെടുത്താം. സ്കൂളുകൾ നമുക്ക് എന്താണ് തരുന്നത്? നമ്മൾ അവിടെ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ഗവൺമെന്റ് സ്കൂളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആണ് അല്ലെ? ജനങ്ങളുടെ ക്ഷേമമാണ് അവിടെ കാര്യമായിട്ട് എടുക്കുന്നത്. എന്നാൽ നേരെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പരിശോധിക്കും. അവിടെ എന്താണ്? അവിടെ ലാഭത്തെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അല്ലെ? നമ്മുടെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുതലാളിത്തം എന്നൊരു ആശയം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് മുതലാളിത്തം രൂപപ്പെടാനുള്ള സാഹചര്യം, ലോകത്ത് മുതലാളിത്ത സമൂഹം രൂപപ്പെടാനുള്ള സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ചു. വലിയൊരു വിപ്ലവമായിരുന്നു. വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, ലോകത്ത് വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു വിപ്ലവമാണ് വ്യവസായ വിപ്ലവം. ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത്. പിന്നീട് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇതെന്ത് ചെയ്തു? വ്യാപിച്ചു. ഇത്തരത്തില് വ്യവസായ വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഈ വ്യവസായ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്ത് മുതലാളിമാർ വർദ്ധിച്ചു, മുതലാളിത്ത സമൂഹം ഉയർന്നു. എങ്ങനെയാണ്? വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് മുതലാളിമാർ ഫാക്ടറികൾ വലിയ രീതിയിലുള്ള മൂലധനം
മൂലധനം, ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ആശയങ്ങളും വളരെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. നമ്മുടെ അടിസ്ഥാന ബേസ് നമുക്ക് വളരെ ക്ലാരിറ്റി ഉള്ളതായാൽ മാത്രമേ തുടർന്നുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും. അപ്പൊ മൂലധനം എന്ന വേർഡ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കാം. മൂലധനം എന്നാൽ എന്താണ്? നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. ആ സ്ഥാപനം തുടങ്ങുന്നത് നമുക്ക് എന്തൊക്കെ വേണം? അവിടെ പൈസ ഇറക്കേണ്ടതുണ്ട്, അല്ലെ? ക്യാഷ് ഇറക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവിടുത്തെ ജോലിക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത്തരത്തില് എന്ത് ചെയ്യണം? പൈസ, ക്യാഷ് നമ്മൾ ഇറക്കേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്. മൂലധനം വേറെ തരത്തിലുമുണ്ട്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഒരു സംവിധാനത്തിലേക്ക്, ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മളൊരു സാധനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മൂലധനങ്ങൾ. ഇത്തരത്തില് വ്യവസായ വിപ്ലവ കാലഘട്ടത്തില് ഫാക്ടറികളിൽ മുതലാളിമാർ, സമ്പത്തുള്ളവര് വലിയ രീതിയിലുള്ള മൂലധനം നിക്ഷേപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ഉൽപാദനം ഉണ്ടാവുകയും ആ ഉൽപാദനം വലിയ രീതിയിൽ ഉണ്ടായതിന്റെ കാരണമായിട്ട് തന്നെ എന്തായി? വലിയ രീതിയിലുള്ള ലാഭം അവർക്ക് കിട്ടി. അങ്ങനെ ഇത്തരത്തിൽ വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ലാഭക്കൊയ്ത്ത് മുതലാളിമാർ നേടിയെടുത്തു എന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഒരു മുതലാളിത്ത സമൂഹം, ആ യൂറോപ്യൻ രാഷ്ട്രത്തെ നിയന്ത്രിച്ചിരുന്നത് അത്തരത്തിലൊരു മുതലാളിത്ത സമൂഹമായിരുന്നു. അങ്ങനെയാണ് ഒരു മുതലാളിത്തം എന്നൊരു കൺസെപ്റ്റ് രൂപപ്പെടുന്നത്. ഇത്തരത്തിലെ മുതലാളിത്ത സമൂഹം ഒരു രാജ്യത്തെ ഭരിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ മുതലാളിത്ത രാഷ്ട്രം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് എന്താണ് മുതലാളിത്തം, ഇത് രൂപപ്പെടാനുള്ള സാഹചര്യം എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് കോളനി വൽക്കരണത്തെ കുറിച്ചാണ്. മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് കോളനി വൽക്കരണം എന്നൊരു ഒരു സംവിധാനം ഉണ്ടായിത്തീരുന്നത്. എന്താണ് കോളനി വൽക്കരണം? നോക്കാം നമുക്ക്. അതായത് കോളനി വൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധിക മൂലധന നിക്ഷേപം, അധികമായിട്ട് വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് അധികമായിട്ട് മുതലാളിമാർ മൂലധനം നിക്ഷേപം നടത്തി. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം ഉൽപാദനം വർദ്ധിച്ചു. അതായത് അവരുടെ നാട്ടിൽ ആഭ്യന്തരമായിട്ട് ഉള്ള ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഉൽപാദനം വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങൾ ബാക്കിയാവുന്ന ഒരു അവസ്ഥാവിശേഷം വരികയും ചെയ്തപ്പോൾ ഇത് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവര് കണ്ടുതിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും തിരഞ്ഞെടുത്തത് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളെയാണ്. ആ ഒരു ഭൂഖണ്ഡത്തെയാണ് എന്ത് ചെയ്തത്? ആ ഭൂഖണ്ഡങ്ങളെയാണ് അവര് പ്രധാനമായിട്ടും സെലക്ട് ചെയ്തത്. അപ്പൊ ഇവിടെയൊക്കെ ഒരു ആദ്യം തന്നെ ഒരു ബന്ധം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ അധികം വരുന്ന ഈ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് വിറ്റൊഴിവാക്കി അതിൽ നിന്നും ലാഭം കൊയ്യാം എന്നായിരുന്നു ഇത്തരത്തിൽ കോളനി വൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇത്തരത്തില് മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും അധികമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് കോളനികളിലേക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ട് വിൽക്കുകയും അതിലൂടെ വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. നമുക്കറിയാം ഇന്ത്യയില് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്? ആദ്യമായിട്ട് കച്ചവട താല്പര്യാർത്ഥമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്, അല്ലെ? പിന്നീട് നാട്ടുരാജാക്കന്മാർ തമ്മിൽ കലഹത്തിൽ ഏർപ്പെടിപ്പിക്കുകയും അവർ തമ്മിൽ ഭിന്നിപ്പിക്കുകയും പിന്നീട് സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒക്കെ ആയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം മാറുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തില് ആദ്യമായിട്ട് രാഷ്ട്രീയ അധികാരം കൈക്കലാക്കുകയും പിന്നീട് സൈനികമായിട്ട് ആ രാജ്യത്ത് കടന്നുകയറ്റം നടത്തുകയും അവിടെ ഒരു കോളനിയായിട്ട് അവരുടെ ഒരു രാജ്യമായിട്ട് അവരുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു സ്ഥലത്തെ മാറ്റപ്പെടുകയാണ് ചെയ്തത്. ഇത്തരത്തില് കച്ചവട താല്പര്യാർത്ഥം വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു കോളനി സംവിധാനം സൃഷ്ടിക്കുകയും ഈ ഒരു കോളനി സംവിധാനം സൃഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ കോളനി വൽക്കരണം എന്ന് പറയുന്നത്. ഇത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും ഏഷ്യ വൻകരയിലും ഒക്കെ ഇത്തരത്തില് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തില് വലിയ കോളനി വൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വേയിലൂടെയാണ്, ഒരു വഴിയിലൂടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു പോകുന്നത്. മുതലാളിത്ത വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് മുതലാളിത്ത സംവിധാനങ്ങൾ തുടങ്ങി പിന്നീട് അതിലൂടെ കോളനി വൽക്കരണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവസാനമായിട്ട് എത്തിച്ചേരുന്നത് സാമ്രാജ്യത്വത്തിലേക്കാണ്. നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ് സാമ്രാജ്യത്വം.
കോളനിവൽക്കരണം എന്താണെന്ന്, കോളനൈസേഷൻ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്തായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് സാമ്രാജ്യത്തെ കുറിച്ചാണ്. ഇംപീരിയലിസം എന്താണ്? സാമ്രാജ്യത്വം കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടമാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് മുതലാളിമാർ വളരുകയും പിന്നീട് അമിതമായ മൂലധനം നിക്ഷേപം നടത്തുന്നതിലൂടെ അമിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കോളനികളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെ വിൽക്കുകയും അവിടുന്ന് ലാഭം കൊയ്യുകയും അങ്ങനെ അവിടെ ആ ഒരു പ്രദേശത്തെ അവിടെ കോളനിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ആ കോളനികളിൽ തന്നെ മൂലധനം കയറ്റുമതി ചെയ്ത് മൂലധന നിക്ഷേപം കോളനികളിൽ നടത്തിയിട്ട് അവിടെ നിന്നും ലാഭം കൊയ്യുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ഇങ്ങനെ സാമ്രാജ്യത്വം സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടില് തൊഴിലാളി സമരം വലുതായിട്ട് ഉയർന്നു വന്നു. കാരണം തൊഴിലാളികളെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അവർക്ക് വേതനത്തിൽ ഒരു തരത്തിലുള്ള വർധനം കിട്ടുന്നില്ല. എന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലാളി സമരങ്ങൾ രൂപപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് മുതലാളിമാര് തൊഴിലാളികൾക്ക് വേതന വർധനവ് കൊടുക്കുകയും വേതനത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനം ഉണ്ടാവുകയും മുതലാളിമാരുടെ ലാഭം കുറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് കോളനികളിൽ എന്തുകൊണ്ട് നമുക്ക് നിക്ഷേപം നടത്തി അവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിറ്റുകൊണ്ട് നമുക്ക് ലാഭം എടുത്തുകൂടാ എന്നുള്ളൊരു ആശയം ഈ ഒരു മുതലാളിത്ത മനസ്സുകളിൽ ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? സാമ്രാജ്യത്വം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ ഒരു തരത്തില് കോളനികളിൽ തന്നെ മൂലധനം നിക്ഷേപിച്ച് അവിടുന്ന് തന്നെ ലാഭം കൊയ്യുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണത്തിലും ഉൽപ്പന്നത്തിലും വിറ്റയക്കുന്നതിനും വേണ്ടിയുള്ള കമ്പോളങ്ങൾ ആയി കോളനികളെ കണ്ടിരുന്ന യൂറോപ്യർ പിന്നീട് മൂലധനം നിക്ഷേപം നടത്താനുള്ള സാധ്യതയും കണ്ടെത്തുകയായിരുന്നു. അതായത് ആദ്യകാലങ്ങളിൽ കണ്ടിരുന്ന കോളനികൾ അവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ എടുത്തിട്ട് പിന്നെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടായിരുന്നു കോളനികളെ കണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്നിട്ടും മൂലധന നിക്ഷേപം നടത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കോളനികളെ മാറ്റി. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പിന്നെ സാമ്രാജ്യത്വ ശക്തികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ 2-3 അത് നമുക്ക് പരിശോധിക്കാം. തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. കോളനികളിൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ എന്ത് ചെയ്യും? അവര് പണിയെടുക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ കൂലി കൊടുത്ത് തൊഴിലാളികളെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ മൂലധന നിക്ഷേപം വലിയ രീതിയിൽ കോളനികളിൽ നടത്താൻ മുതലാളിമാർ തയ്യാറായിരുന്നു. രണ്ടാമതൊരു വസ്തുത അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ആഫ്രിക്കയെ പോലത്തെ ഏഷ്യയെ പോലത്തെ വളരെ സമ്പന്നമായിട്ട് അസംസ്കൃത വസ്തുക്കൾ ലഭിച്ചിരുന്ന ഭൂഖണ്ഡങ്ങളിൽ അവിടെ നിന്ന് തന്നെ അസംസ്കൃത വസ്തുക്കൾ എടുത്ത് അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്ത് അവിടെ നിന്ന് ലാഭം കൊയ്യുന്ന ഒരു സംവിധാനമായിരുന്നു അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് അസംസ്കൃത വസ്തുക്കളുടെ വലിയ ലഭ്യത ഈ ഒരു കോളനികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനിയിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. കയറ്റുമതി ഇറക്കുമതി ചെലവുകളൊന്നും ഇല്ലാതെ അവിടെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്ത് അവിടെ തന്നെ ലാഭം കൊയ്യുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതെ ആ ഇറക്കുമതി പിന്നെ ചെലവില്ലാതെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്ത് ലാഭം അവിടെ നിന്ന് തന്നെ സ്വരൂപിക്കാം. ഇത്തരത്തിലുള്ള 3 കാരണങ്ങൾ കൊണ്ടാണ് സാമ്രാജ്യത്വം അവിടെ കോളനികളിൽ സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സാമ്രാജ്യത്വം കോളനികളെ എപ്രകാരം ബാധിച്ചു. ഈ ഒരു സാഹചര്യത്തില് വ്യവസായ വിപ്ലവത്തിന്റെ കാലം തൊട്ട് മുതൽ അവിടുന്ന് മുതലാളിത്തം വന്നു, കോളനിവൽക്കരണം വന്നു, പിന്നെ സാമ്രാജ്യത്വം സ്ഥാപിച്ചു. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ കോളനികള്, അതായത് യൂറോപ്യന്മാർ അവരുടെ അധികാരം ഉപയോഗിച്ച് കയറിക്കൂടിയ കോളനികളുടെ ഒരു സംഭവത്തിൽ എപ്രകാരമാണ് കോളനികൾക്ക് അത് ദോഷകരമായി ബാധിച്ചത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, ഒന്നാമതായി പറയുന്നത് കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു എന്നുള്ളതാണ്. അഥവാ അതുവരെ പിന്നെ യൂറോപ്യന്മാർ കടന്നു വരുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു നാടിന്റെ ഒരു കോളനിയുടെ അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു സമ്പദ് വ്യവസ്ഥ അപ്പാടെ തകർക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. അത് എങ്ങനെയാണ് തകർന്നത് നമുക്ക് നോക്കാം. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ അഥവാ ഗോതമ്പ്, ബാർലി, നെല്ല് തുടങ്ങിയ ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്തു? പിന്നെ ചണം
കുരുമുളക്, ഏലം തുടങ്ങിയിട്ടുള്ള നാണ്യവിളകള് കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധരായി. ഇത്തരത്തിലൊരു ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടായപ്പോൾ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെ വളരെ ശക്തമായിട്ട് പ്രാപിച്ചു. അപ്പൊ ഇത്തരത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയെ വളരെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടാണ് ഈ ഒരു സാമ്രാജ്യത്വം നിലനിന്നു പോകുന്നത്. മറ്റൊന്ന്, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായിട്ട് കൊള്ളയടിക്കപ്പെട്ടു. കോളനികളിലുള്ള മുഴുവൻ പരമാവധി ചൂഷണം ചെയ്യുക എന്നായിരുന്നു യൂറോപ്യൻ ലക്ഷ്യം. അപ്പൊ അത്തരത്തില് അവിടെ ഉണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായിട്ട് കൊള്ളയടിക്കുകയും അതിനെ കൊണ്ട് അവരെ നാടുകളിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നീട് മറ്റൊരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ കോളനികളെ ബാധിച്ച മറ്റൊരു വസ്തുത, തദ്ദേശീയമായ കല, സംസ്കാരം, ഭാഷ, വിദ്യാഭ്യാസം എന്നിവയൊക്കെ തകർക്കപ്പെട്ടു. അല്ലെ, നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം. ഇന്ത്യയുടെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ആകെ മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കോളനികളുടെ ആ ഒരു കല, സംസ്കാരം, ഭാഷ എന്നിവയൊക്കെ തകർക്കപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് യൂറോപ്യൻ ശക്തികള് അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ വലിയ രീതിയിലുള്ള ചൂഷണമാണ് അവർ നടത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റുകളാണ്, ആശയങ്ങളാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 പോയിന്റുകളാണ്. എന്താണ് മുതലാളിത്തം, എന്താണ് കോളനിവൽക്കരണം, എന്താണ് സാമ്രാജ്യത്വം, ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്താണ്, വ്യവസായ വിപ്ലവം എന്താണ്, തുടങ്ങിയിട്ടുള്ള മൂലധനം എന്താണ്, തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കണം. എങ്ങനെയാണ് ഈ ഒരു വഴി കടന്നു പോകുന്നത്, ഏതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ക്രോഡീകരിക്കണം. വളരെ സുന്ദരമായിട്ട്, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പാഠഭാഗം വളരെ സുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു 3 പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണത്? മുതലാളിത്തം, കോളനിവൽക്കരണം ആൻഡ് സാമ്രാജ്യത്വം. ഈ ഒരു 3 ഭാഗങ്ങൾ വളരെ ഡീപ്പായിട്ട്, വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഈ ഒരു ഭാഗം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോ അടുത്ത എപ്പിസോഡ് നമുക്ക് സംസാരിക്കാനുള്ളത് 1-ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഈ പാഠഭാഗം വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ച് അടുത്ത പാഠഭാഗത്തെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. എന്തായാലും ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു.